ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ വാങ്ങുന്നവരുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് കേട്ടോ. സമയക്രമത്തിലുമുണ്ട് കുറച്ച് മാറ്റങ്ങൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെള്ള, നീല, പിങ്ക് കാർഡുകാർ അറിയേണ്ടതാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കേട്ടോ. അതിനു മുമ്പേ തുടർച്ചയായിട്ടുള്ള 3 മാസം നിങ്ങൾ റേഷൻ വാങ്ങാതിരുന്നാൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് 3 മാസം അതായത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ ഓക്കെ, തുടർച്ചയായി 3 മാസം വാങ്ങാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റേഷൻ കാർഡിൽ എഴുതി നൽകേണ്ടതാണ്. ഇങ്ങനെ 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന നീല കാർഡുകാരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ചെയ്ത സമയത്തും വാങ്ങാതിരുന്നവർക്കും ഇങ്ങനെയുള്ള റേഷൻ കാർഡുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡിൽ തരം മാറ്റലാണ് കേട്ടോ. അതായത് വെള്ള, നീല കാർഡുകാർക്ക് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റാൻ സാധിക്കും. അത് മറ്റേത് കാർഡിലേക്കും മാറ്റാൻ സാധിക്കില്ല, പിങ്കിലേക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതിനുള്ള ഡേറ്റ് ആദ്യം ഡിസംബർ 10 അവസാന തീയതി. പക്ഷേ അത് ഡിസംബർ 25 വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി റേഷൻ വാങ്ങാൻ പോകുന്നവർ സമയത്തിലും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. സമയക്രമം അരമണിക്കൂർ കുറവാണ്. അതായത് ഇനി മുതൽ രാവിലെ 8:30 മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമാണ് സമയം. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക്